മുണ്ടത്തിക്കോട് സ്ഫോടനമുണ്ടായ സ്ഥലത്തിന് 300 മീറ്റർ അകലെയുള്ള ഷൈജുവിൻ്റെ വീടിന് വലിയ കേടുപാടാണ് സംഭവിച്ചത്. ജനൽ ചില്ലുകൾ പൊട്ടിത്തകർന്നു. നടുക്കുന്ന ആ ദൃശ്യങ്ങളിലേക്ക്. ഷൈജുവിൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി സുഹൈൽ മുഹമ്മദ് ചേരുന്നു. അതിലേക്ക്. മുണ്ടത്തിക്കോട് ആ വലിയ ദുരന്തമുണ്ടായ സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 300 മീറ്റർ അകലെയുള്ള ഷൈജു ചേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിലാണ് നമ്മളുള്ളത്. നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന CCTV ദൃശ്യങ്ങൾ ഈ CCTVയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ 300 മീറ്റർ അകലെ പോലും ആ സ്ഫോടനം എത്രത്തോളം പ്രകമ്പനം കൊള്ളിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ചെറിയ സ്ഫോടനമല്ല അവിടെ നടന്നതെന്ന, ചെറിയ പൊട്ടിത്തെറിയിൽ അവിടെ നടന്നതെന്ന നിർസാക്ഷ്യപ്പെടുന്ന ദൃശ്യം നമ്മൾ CCTVയിൽ കാണുന്നത്. നിമിഷ നേരം കൊണ്ടാണ് ഈ ജനൽ ചില്ലുകളെല്ലാം തവിട് പൊടിയായി മാറിയത്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ എല്ലാ ജനലുകളിലും ഇപ്പോൾ ഫ്രെയിം മാത്രമാണ് ബാക്കിയുള്ളത്. പൂർണ്ണമായും തന്നെ, അതായത് ബാക്കി അടർത്തി മാറ്റുന്ന ഏതാണ്ട് പൂർണ്ണമായും തന്നെ അവിടെയുള്ള ചില്ലുകളെല്ലാം തവിട് പൊടിയെ താഴേക്ക് വീണിട്ടുണ്ട്. അതായത് ഈ പരിസരത്തുണ്ടായ കൊലാട്രൽ ഡാമേജ് അത് ചെറുതല്ല. പല വീടുകൾക്കും സമാനമായ സ്ഥിതിയാണ്. ആ CCTV ഉള്ളത് കൊണ്ട് മാത്രം നമ്മളിവിടെ അതിൻ്റെ ഒരു വ്യാപ്തി കാണിച്ചു തരികയാണ്. നമ്മൾ കാണുന്ന പോലെ ജനൽ ഫ്രെയിം കണ്ടില്ല, ഇതിനുള്ളിലെ ജനൽപ്പാളികൾ, ഈ ചില്ലുപാളി എന്ന് പറയാൻ ഒന്നുമില്ല. ഇപ്പോൾ ഫ്രെയിമുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ പൊടിഞ്ഞു കിടക്കുന്ന ഫ്രെയിമുകളാണ് ചില്ലുകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഏതാണ്ട് ഒരു 3:20 കൂടിയാണ് സംഭവം ഉണ്ടായത്. ഷൈജുചേട്ടനും അമ്മയും കുടുംബമൊക്കെ ഈ വീട്ടിലുണ്ടായിരുന്നു. അമ്മ ഈ മുറിയിൽ കിടക്കുകയായിരുന്നു. ഉച്ചഭക്ഷണം കഴിഞ്ഞ് അമ്മ കിടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ വലിയ ശബ്ദം കേൾക്കുന്നത്. ശബ്ദം കേട്ട ഉടൻ തന്നെ ഇവരെല്ലാം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അമ്മയുടെ മുറി കാണിക്കാൻ എനിക്ക് തോന്നുന്നു. അമ്മ ഈ ജനലിനോട് അടുപ്പിച്ചുള്ള കിടക്കയിലാണ് കിടന്നുകൊണ്ടിരുന്നത്. ആ കിടക്കയിൽ കിടന്ന സമയത്താണ് ചില്ലുകൾ പൊട്ടി താഴേക്ക് വീണത്. പെട്ടെന്ന് തന്നെ ശബ്ദം കേട്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു. ഈ വീട്ടുടമസ്ഥനായ ഷൈജുചേട്ടൻ നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. ഷൈജുചേട്ടാ, ഏതാണ്ട് എത്ര സമയത്തോടെ അങ്ങനെ ഒരു വലിയ ശബ്ദം കേട്ടത്? ഒരു 3:20. അപ്പോൾ ചേട്ടനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു? ഞാൻ ഭക്ഷണം കഴിച്ച് കഴിയുന്ന സമയത്തായിരുന്നു. ഞാൻ ഭക്ഷണം കഴിക്കുന്ന നേരം വൈകുന്നില്ല. ഇതൊരു ബെഡ്റൂമാണെന്ന് തോന്നുന്നു. അമ്മ കിടന്നു. അമ്മ ബെഡ്റൂം സമയത്ത് കിടക്കായിരുന്നു. എന്താ അമ്മ ഇറങ്ങി ഓടി? അമ്മ പേടിച്ച് നിൽക്കരുത് എന്ത് സംഭവിച്ചു. അപ്പോൾ ഞാൻ ഓടി എന്നിട്ട് അമ്മേനെ അവിടുന്ന് വിളിച്ചിറക്കിയിട്ട് ആ സൈഡിലൂടെയാണ് അങ്ങോട്ട് പുറത്തേക്ക് ഇറക്കിയത്, ബാക്ക് കൂടെ. നമുക്ക് ധാരണ ഉണ്ടായിരുന്നു നമുക്ക് സംഭവിച്ചത്. നമുക്ക് ഇവിടെ എന്ത് നടക്കുന്നത് അറിയില്ലോ. അമ്മ സൗണ്ട് കേൾക്കണേ, നമുക്ക് അറിയില്ല എന്താണ്. ഇവിടെ ഈ ഫ്രണ്ട് വായി തുറക്കാനും പേടി. അപ്പോൾ അങ്ങനെ ബാക്ക് കൂടെ പോയിട്ട് നേരെ അമ്മേനൊക്കെ ആ മതിലിൻ്റെ അപ്പുറത്ത് ചാടിച്ചിട്ട് എല്ലാവരെയും അങ്ങോട്ട് ഓടി ആ വീട്ടിലേക്ക് പോയത്. ഇതിൻ്റെ അപ്പുറത്ത് വന്നിട്ട് നമ്മൾ നോക്കിയത്. ഈ സ്ഥാപനം കുറച്ചധികം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടല്ലേ? ഇത് 25 വർഷം മുകളിലായിട്ടുണ്ട്. തുടക്കത്തിൽ ശബ്ദം കേട്ടു, ജനൽ ചില്ലുകൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നു, അമ്മ കിടക്കുന്നു, എല്ലാവരും പരിഭ്രമിച്ച് പേടിച്ച് നിൽക്കുന്നു. അപ്പോഴും ശബ്ദം കേട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പിൻവാതിലൂടെ ഇറങ്ങി മതിലടി പരമാവധി ദൂരത്തേക്ക് പോകാനാണ് നോക്കിയത്. അങ്ങനെ നോക്കിയത്. എന്തായാലും ഈ പറഞ്ഞ ഈ പ്രദേശവാസികൾ എല്ലാവർക്കും ഒരേ അനുഭവം തന്നെയാണ് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം വീടിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയതല്ല അവിടെ പ്രധാന പ്രശ്നം. ഒരുപാട് ജീവനുകൾ അവിടെ തൊട്ടടുത്ത് ഇല്ലാതായി എന്ന വിഷമം അത് അവരെ വല്ലാതെ അലട്ടുന്നു. വീടൊക്കെ നേരത്തെ ഷൈജുചേട്ടൻ അടക്കം പറഞ്ഞതുപോലെ അത് പിന്നീട് വേണമെങ്കിൽ പണിയാം, പക്ഷേ നഷ്ടപ്പെട്ട ജീവനുകൾ തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം അവരെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. ഈ പരിസരത്ത് ഇതിനു മുമ്പ് അവരുടെ ഒന്നും ഓർമ്മയിൽ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത്. അങ്ങനെ ഈ നാടിൻ്റെ വിങ്ങലായി ഈ അപകടം മാറുന്നു എന്നുള്ളത് ഈ പ്രദേശവാസികളെ വല്ലാതെ അലട്ടുന്നു. ഒപ്പം അവർക്ക് വന്ന വലിയൊരു നാശനഷ്ടമുണ്ട്. വീടുകൾ, ചില്ലുകളൊക്കെ അതൊക്കെ വളരെ വേഗത്തിൽ പൂർവ്വസ്ഥിതിയിലാക്കാൻ ശ്രമങ്ങൾ അവിടെ തുടരുകയാണ്. ക്യാമറമാൻ സജിൽ ഗുരുവായൂരിനോടൊപ്പം സുഹൈൽ മുഹമ്മദ്, 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.